കൊലപാതക കേസിൽ കൊച്ചി CBI കോടതി വെള്ളിയാഴ്ച വിധി പറയും. പീതാംബരൻ ഉൾപ്പെടെ 14 പേരെ കോടതി നേരത്തെ കുറ്റക്കാരായി കണ്ടെത്തിയിരുന്നു. കേസിൽ 10 പേരെ വെറുതെ വിട്ടു. 2019 ഫെബ്രുവരി 17 രാത്രി 7:30യോടെയാണ് നാടിന് നടുക്കിയ കൊലപാതകം നടന്നത്. ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ കല്യോട്ടെ ശരത് ലാലിനെയും കൃപേഷിനെയും കല്യോട്ട് കൂരാങ്കര റോഡിൽ തടഞ്ഞു നിർത്തി വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. തുടക്കത്തിൽ പോലീസും പിന്നീട് ക്രൈംബ്രാഞ്ചും അന്വേഷിച്ച കേസ് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം പിന്നീട് CBI ഏറ്റെടുക്കുകയായിരുന്നു. CPIM പെരിയാർ ലോക്കൽ സെക്രട്ടറിയായിരുന്ന 1-ാം പ്രതി പീതാംബരനടക്കം 11 പ്രതികൾ 5.5 വർഷത്തിലേറെയായി ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ്. കേസിൽ വെള്ളിയാഴ്ച CBI കോടതി ശിക്ഷാവിധി പറയും. ഇതിന്റെ പശ്ചാത്തലത്തിൽ കളക്ടർ K ഇമ്പശേഖരന്റെ അധ്യക്ഷതയിൽ കഴിഞ്ഞ ദിവസം വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് സമാധാന യോഗം വിളിച്ചു ചേർത്തിരുന്നു. വിധി വരുന്ന സാഹചര്യത്തിൽ അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും. സമൂഹ മാധ്യമം വഴിയുള്ള അധിക്ഷേപ പരാമർശങ്ങൾ, ആക്ഷേപം തുടങ്ങിയവ നിയന്ത്രിക്കും. പ്രദേശത്ത് സമാധാനം നിലനിർത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും. അല്ലാത്തപക്ഷം ശക്തമായ നടപടികൾ ഉണ്ടാകുമെന്നും കളക്ടർ അറിയിച്ചിട്ടുണ്ട്. ശരത് ലാലിന്റെയും കൃപേഷിന്റെയും കുടുംബങ്ങൾ വിധി കേൾക്കാനായി കൊച്ചിയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. കേസിൽ 10 പേരെ കുറ്റക്കാരില്ലെന്ന് കണ്ട് കോടതി നേരത്തെ വെറുതെ വിട്ടിരുന്നു. കേസിൽ 1 മുതൽ 8 വരെയുള്ള പ്രതികൾക്കെതിരെ കൊലപാതക കുറ്റമാണ് കണ്ടെത്തിയിരിക്കുന്നത്. 10 പ്രതികളെ വെറുതെ വിട്ടതിനെതിരെ വിധി വന്നതിന് ശേഷം പരിശോധിച്ച് അപ്പീൽ നടപടികൾ ഉൾപ്പെടെ സ്വീകരിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. പ്രതിഭാഗവും വിധിക്കെതിരെ അപ്പീൽ നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പെരിയ.